നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഇന്ന് വരികയാണ്. CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് എതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. ഗിരീഷ് ബാബുവും മാത്യു കുഴൽനാടനും നൽകിയ റിവിഷൻ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത്. നിലവിൽ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ SFIO അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന് തത്തുല്യമായി സംസ്ഥാനത്ത് വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ നയിച്ചിരുന്ന സ്ഥാപനം ഉപയോഗിച്ചാണ് വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജി കമ്പനി CMRL നിന്നും ഇത്തരത്തിലുള്ള ക്രമക്കേട് നടത്തിയത് എന്നും ഈ CMRL നിന്നും പണം ഈടാക്കിയത് എന്നുമായിരുന്നു വാദം. വിജിലൻസ് കോടതി ഉത്തരവിനെതിരായ റിവിഷൻ പെറ്റീഷനിലാണ് ഉത്തരവ്. വാദം കേട്ട ശേഷം ഉത്തരവിനായി മാറ്റിയിരിക്കുകയായിരുന്നു. CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതിയെന്ന് കേന്ദ്ര സർക്കാർ ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. SFIO IT വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചത്. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണ് എന്നും കേന്ദ്രവും ആദായനികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ പറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ 3 വർഷത്തിനിടെ 1.72 കോടി രൂപ നൽകിയെന്നാണ് വിവാദം. ഒരു സേവനവും കിട്ടാതെ തന്നെ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കാരണമാണ് എന്ന് ആദായനികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഹർജിക്കാരനായ ഗിരീഷ് ബാബു മരിച്ചിരുന്നു. എന്നാൽ മാത്യു കുഴൽനാടൻ ഹർജിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകളും എക്സാലോജി കമ്പനി ഉടമയുമായ വീണ വിജയൻ എന്നിവരാണ് കേസിലെ എതിർകക്ഷികൾ. CMRL കമ്പനിയും കേസിലെ എതിർകക്ഷികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തയാഴ്ച നിർണായകമാവുകയാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസമേ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന്റെ ഫലമായി തന്നെ CMRL ഈ മകൾ വീണയുടെ കമ്പനിയുമായി ചേർന്ന അഴിമതി നടത്തിയതായി ദില്ലി ഹൈക്കോടതി വിധി പറഞ്ഞാൽ പിണറായിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല. അതായത് ഇന്നത്തെ വിധി മുഖ്യമന്ത്രിക്ക് നിർണായകമാകുന്നു എന്ന് സാരം. അധികാരത്തിൽ തുടരാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് കോടതി വിധി പറയുകയാണെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് CPM ചരിത്രത്തിൽ നിന്നും മറഞ്ഞു പോകും എന്ന് വ്യക്തമാവുകയാണ്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് CPM ചരിത്രത്തിൽ നിന്ന് തന്നെ മറഞ്ഞു പോകുമെന്ന് വ്യക്തമാവുകയാണ്. കാലിത്തീറ്റ, കുംഭകോണവും ഈ 2G സ്പെക്ട്രവും ഒക്കെ രാഷ്ട്രീയക്കാർ നടത്തിയ അഴിമതിയാണ് എങ്കിൽ മാസപ്പടി മുഖ്യമന്ത്രിയായ പിതാവിനെ ഉപയോഗിച്ച് മകൾ നടത്തിയ കുംഭകോണമാണ്. ഇത്രയും കാലം ഇത് സർക്കാരും സർക്കാർ ഏജൻസികളും തമ്മിലുള്ള ഇടപാടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നും ഈ ഊരിപ്പോവുക പ്രയാസം തന്നെ. കോടതിയുടെ ഒരു ചെറിയ പരാമർശം പോലും പിണറായിക്ക് ഈ ബൂമറാങ്ങായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മുമ്പും പരാമർശങ്ങളുടെ പേരിൽ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. വീണ വിജയൻ പങ്കാളിയായ അഴിമതി രാജ്യസുരക്ഷയെ ബാധിച്ചു എന്നാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത്. CITU പോലും നോക്കുകൂലി വാങ്ങാതിരുന്നപ്പോൾ വീണ CMRL നിന്നും നോക്കുകൂലിയായി കോടികൾ കൈപ്പറ്റിയത് CPMകാർ പരസ്പരം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് തന്നെയാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത്. SFIO IT വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചത്. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണ് എന്നും കേന്ദ്രവും ആദായനികുതി വകുപ്പും ദില്ലി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ വ്യക്തമാക്കുന്നു. CMRL നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയെന്ന് കേന്ദ്രം ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു എന്ന് മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി നേരത്തെ ദില്ലി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു. വിധിക്ക് മുന്നോടിയായ വാദങ്ങൾ എഴുതി നൽകാൻ കക്ഷികളോട് കോടതി നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രവും ആദായനികുതി വകുപ്പും എഴുതി നൽകിയ വാദങ്ങളിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. പിണറായിയുടെ മകൾ അച്ഛന്റെ അധികാരത്തറലിൽ അഴിമതി നടത്തിയെന്ന വാദം CPMന്റെ ഇമേജ് തകർത്തിരുന്നു. വീണ വിജയന്റെ കമ്പനിക്കും വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും ഉൾപ്പെടെ നൽകിയ ഈ പണമിടപാടിന്റെ ഭാഗമായി 185 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് എന്ന് SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടു എന്ന വ്യാജ ബില്ലുകൾ CMRL ഉണ്ടാക്കി. ഇതുവഴി CMRL ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം ഈ കണക്കിൽപ്പെടുത്തുകയും ചെയ്തു. കേസിൽ പൊതു താൽപര്യമില്ല എന്ന CRMLന്റെ വാദത്തിനെയും കേന്ദ്രം തള്ളുകയാണ് ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13% ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ പൊതു താൽപര്യത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന് മേൽ മറ്റന്വേഷണം പാടില്ല എന്ന വാദവും നിലനിൽക്കില്ല.
എന്തായാലും CMRLന്റെ ഹർജിയിൽ ഇന്നത്തോടുകൂടി വിധി പുറത്തു വരികയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണമോ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രമന്ത്രി അമിത്ഷാ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. സ്വതന്ത്ര അന്വേഷണമാണ് നടത്തുന്നത് എന്നും ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അന്വേഷണമെന്നും SFIO സത്യവാങ്മൂലത്തിൽ പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയൻ അടക്കം 20 പേരുടെ മൊഴി എടുത്തിരുന്നു. ശശീന്ദ്രൻ കർത്തയുടെ മകൻ ശരൺ S കർത്തയും മൊഴി എടുത്തിരുന്നു. CMRLന്റെയും ഹർജി തള്ളണമെന്നും SFIO സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. മാസപ്പടി ഇടപാട് ആദായ നികുതി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതായും മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് CMRLന്റെ ഹർജി. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുത് എന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMRLന്റെ ഹർജിയെ SFIO എതിർത്തിരുന്നു. SFIO അന്വേഷണ റിപ്പോർട്ട് എവിടെ പോയെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു. അക്കാര്യം ആരും അറിഞ്ഞില്ല എന്ന് മാത്രം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കേന്ദ്രത്തെ അടിക്കാനുള്ള വടിയായി അന്വേഷണം മാറിയിരുന്നു. SFIO വീണ വിജയന്റെ മൊഴിയെടുത്ത ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ്. ചെന്നൈയിൽ ഓഫീസിലെത്തി SFIO അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദിന് മുന്നിലാണ് വീണ വിജയൻ മൊഴി നൽകിയത്. കേസ് എടുത്തെടുത്ത 10 മാസത്തിന് ശേഷമാണ് നടപടി. 2 വട്ടം വീണയിൽ നിന്നും മൊഴിയെടുത്തതെന്നാണ് സൂചന. അതീവ രഹസ്യമായി നടന്ന നീക്കം CPM വൃത്തങ്ങളിൽ നിന്നുമാണ് പുറത്തുപോയത്. പിണറായി നീങ്ങുന്ന ഒരു സംഘം CPMകാരാണ് വിവരം മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയത്. മകൾക്കൊപ്പം ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഒപ്പം ഉണ്ടായിരുന്നു. ഇമെയിൽ മുഖാന്തരവും രേഖകളുമൊക്കെയായി നേരത്തെ നൽകിയ വിവാദങ്ങളിൽ വീണ മൊഴിയായി ആവർത്തിച്ചിരുന്നു. IT എക്സ്പോർട്ട് എന്ന നിലയിൽ നൽകിയ സേവനങ്ങൾക്കാണ് CMRLൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്ന വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ. CMRLും എക്സാലോജിക്കുമായി ബന്ധമുള്ള ചില ഇടപാടുകളിൽ SFIO വിവരം തേടിയിരുന്നു. ജനുവരിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം പലതവണയായി CMRL KSITC ഉദ്യോഗസ്ഥരിൽ നിന്ന് SFIO വിവരങ്ങൾ എടുത്തിരുന്നു. തുടക്കത്തിൽ കാണിച്ച ആവേശം പിന്നെ എന്തുകൊണ്ടില്ല എന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് വീണ വിജയന്റെ മൊഴി എടുത്തത്. അതേസമയം പേരിന് വേണ്ടിയാണ് മൊഴിയെടുത്തത് എന്നും ഇതിലൊന്നും സംഭവിക്കില്ല എന്നും പിണറായി CPM നേതാക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ അതിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ CPMനെ അലോസരപ്പെടുത്തുന്നത് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് SFIO അന്വേഷണം നടത്തിയത്. കരിമണൽ കമ്പനിയായ CMRLൽ നിന്നും വീണ വിജയൻ ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ മാസപ്പടിയായി 1.72 കോടിയോളം രൂപയുടെ പണമിടപാട് നടത്തിയെന്നാണ് കേസ്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയത് 185 കോടിയുടെ അഴിമതി നടന്നു എന്നാണ്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ഈ ROC സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണമാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തത്. വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ CMRLൽ നിന്നും ഈ KSIDCയിൽ നിന്നും നേരത്തെ SFIO വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും KSIDCയും അടക്കം അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. CMRLൽ ആർക്കൊക്കെ പണം എന്തിനൊക്കെ പണം നൽകിയെന്ന് അന്വേഷിക്കണം എന്നാണ് പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ഈ ഷോൺ ജോർജിന്റെ പ്രധാന ആവശ്യം.